മമ്മൂട്ടിയുടെ ഒരു വാമ്പയർ ചിത്രം വരാൻ പോവാണ്. അതേപോലെ തന്നെ CBIയുടെ 6ാം ഭാഗത്തിന്റെ ഒരു അപ്ഡേറ്റും കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മളെ കണ്ണൂർ സ്ക്വാഡിന്റെ 2ാം ഭാഗം കൂടി വരാൻ പോവാണ്. അപ്പോൾ ഇന്ന് മമ്മൂക്കാന്റെ വരാനുള്ള സിനിമകളാണ് നോക്കാൻ പോകുന്നത്. ഒരുപാടധികം പടങ്ങളുണ്ട്. നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യ ചിത്രം അല്ലെങ്കിൽ ആദ്യ പടമായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ പാട്രിയോട്ട് എന്ന സിനിമയാണ്. മെയ് 1-ാം തീയതി ഇറങ്ങാൻ പോണ ചിത്രം. 18 വർഷങ്ങൾക്ക് ശേഷം മമ്മൂട്ടി മോഹൻലാലും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് പാട്രിയോട്ട്. നമ്മുടെ മഹേഷ് നാരായണത്തിന്റെ സംവിധാനത്തിൽ വരുന്ന ചിത്രത്തിൽ മ്യൂസിക് ഒരുക്കുന്നത് സുഷിൻ ശ്യാം തന്നെയാണ്. അപ്പോൾ സുഷിൻ ശ്യാമിന്റെയും ഒരു വർഷത്തിന് ശേഷമുള്ള ഒരു പടം കൂടിയാണ് ഈ പടം. പാട്രിയോട്ട് എന്ന ചിത്രം ശരിക്കും മമ്മൂട്ടി ചിത്രമാണ്. മോഹൻലാൽ ഇതിലൊരു ക്യാമിയോ റോളായിട്ടാണ് വരുന്നത്. ഈ പടത്തിൽ മമ്മൂട്ടി മോഹൻലാലും അല്ലാതെ തന്നെ ഫഹദ് ഫാസിലും അതേപോലെ കുഞ്ചാക്കോ ബോബൻ അതേപോലെ രേവതി അതേപോലെ നയൻതാരൊക്കെ ഈ പടത്തിൽ മെയിൻ റോളായിട്ട് വരുന്നുണ്ട്. ഈ പടത്തിൽ നിലവിലെ ഒരു സെൻസർ ബോർഡിന്റെ വിഷയം കൂടി വന്നിട്ടുണ്ട്. ഇഷ്ടത്തിലുള്ള ആരോ മകന്റെ പേരൊക്കെയാണ് ഈ പടത്തിലെ വില്ലന്റെ പേര് എന്ന് പറഞ്ഞാൽ ചില വിഷയങ്ങൾ സെൻസർ ബോർഡിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. സെൻസർ ബോർഡ് ശരിക്കും ഇപ്പോൾ ഭയങ്കര വിഷയമായിട്ട് വരികയാണല്ലേ. പടത്തിന് നിലവിൽ വലിയ ഹൈപ്പൊന്നുമില്ല. പക്ഷെ ഇവരെ ഒരു സ്ക്രീനിൽ ഒരു ഫ്രെയിമിൽ കാണാൻ എല്ലാ മലയാളികളും കാത്തിരിക്കുന്ന ഒരു പടം കൂടിയാണ് പാട്രിയോട്ട്. അപ്പോൾ പാട്രിയോട്ടിനാണ് വെയിറ്റ് ചെയ്യാം. ഈ മെയ് 1-ാം തീയതിയാണ് ഇറങ്ങാൻ പോണത്. രണ്ടാമത്തെ ചിത്രം ഒരു ക്യാമിയോ റോൾ ചെയ്ത ചിത്രമാണ് ചത്താപ്പച്ച എന്ന സിനിമ. ചത്താപ്പച്ച സിനിമ ജനുവരിയിൽ ഇറങ്ങിയ ചിത്രം കൂടിയാണ്. ചിത്രത്തിൽ ക്യാമിയോ റോൾ അത്ര വർക്കായില്ല എന്ന് പറയാം. ചത്തപ്പച്ചയിലെ വാൾട്ടർ എന്ന ക്യാരക്ടർ എത്ര ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. നമുക്ക് മൂന്നാമത്തെ ചിത്രം നോക്കാം. മൂന്നാമത്തെ ചിത്രമാണ് പദയാത്ര എന്ന ചിത്രം. ഒരു അവാർഡ് തൂക്കാനുള്ള മമ്മൂട്ടി അടുത്ത അവാർഡ് തൂക്കാൻ പോണ പടം മിക്കവാറും പദയാത്ര എന്ന ചിത്രമായിരിക്കും. അടുത്ത ഈ പടത്തിൽ പുതുതായി വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഗ്രേസ് ആന്റണി ഈ പടത്തിൽ പ്രധാന വേഷം ചെയ്യുന്നുണ്ട്. ഈ പടത്തിന്റെ ഷൂട്ടിംഗ് ഓൾറെഡി കഴിഞ്ഞ ഒരു ചിത്രം കൂടിയാണ്. നമ്മളെ അരുൺ ഗോപാലകൃഷ്ണനാണ് ഈ പടത്തിന്റെ ഡയറക്ടർ. ഇതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇക്കൊല്ലം ഇറങ്ങാൻ പോണ അടുത്ത മമ്മൂട്ടി ചിത്രം കൂടിയായിരിക്കും പദയാത്ര എന്ന ചിത്രം. അടുത്ത പടം D55 അഥവാ ധനുഷിന്റെ 55ാമത്തെ ചിത്രം. നമ്മളെ രാജ്കുമാർ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ്. ചിത്രത്തിൽ മമ്മൂട്ടി ഒരു പൊളിറ്റീഷ്യൻ ആയിട്ടാണ് വരാൻ പോകുന്നത്. കൺഫേം അല്ല. പിന്നെ ചിത്രത്തിൽ ശ്രീലീലയും അതേപോലെ തന്നെ സായ് പല്ലവിയൊക്കെയാണ് നായികയായിട്ട് വരുന്നത്. പറഞ്ഞ ഈ പടത്തിലും മമ്മൂട്ടി ഒരു ക്യാമിയാണ്. അടുത്ത 5ാമത്തെ ചിത്രം ബ്ലാക്ക് 2.1 ആണ്. അതിലും മമ്മൂട്ടി ഒരു ക്യാമിയോ റോളാണ്. നമ്മളെ രഞ്ജിത്തിന്റെ പടം. അതിൽ സ്ക്രിപ്റ്റ് വരുന്നത് ഉദയകൃഷ്ണ തന്നെയാണ്. മെയിൻ റോൾ ആയിട്ട് പടത്തിൽ വരുന്നത് പ്രകാശ് വർമ്മയാണ്. ഓക്കെ. 6ാമത്തെ ചിത്രം നിതേഷ് സഹദേവും മമ്മൂട്ടിയും ഒന്നിക്കുന്ന ചിത്രമാണ്. മമ്മൂട്ടി കമ്പനി ഒന്നിക്കുന്ന ചിത്രമാണ്. മമ്മൂട്ടി കമ്പനി ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് ഇറക്കി ചെയ്യാൻ പോണ സിനിമ കൂടിയാണ് ഈ ഒരു ചിത്രം. ചിത്രത്തിൽ അൽഫോൺസ് പുത്രനും സുരാജും പിന്നെ നമ്മളെ ജീവൊക്കെയാണ് ഈ സിനിമയിൽ താരങ്ങളായിട്ട് വരാൻ പോണത്. അപ്പൊ അടുത്ത ചിത്രത്തിൽ പോവാം. അടുത്ത ചിത്രമാണ് എല്ലാവരും കട്ട വെയിറ്റിംഗ് ആയി കാത്തിരിക്കുന്ന മട്ടാഞ്ചേരി മാഫിയ. നമ്മളെ ഖാലിദ് റഹ്മാന്റെ ചിത്രം ഉണ്ട എന്ന സിനിമയ്ക്ക് ശേഷം മമ്മൂട്ടിയായി ഒന്നിക്കുന്ന അടുത്ത ചിത്രം കൂടിയാണ്. ആസിഫ് അലിയും നസ്ലിനും ഒക്കെ ഈ ചിത്രത്തിൽ മെയിൻ റോളായി വരുന്നുണ്ട്. മ്യൂസിക് ഡയറക്ടർ സുഷിൻ ശ്യാമാണ്. അടുത്ത ചിത്രം 8ാമത്തെ ചിത്രം CBIയുടെ 6ാം ഭാഗമാണ്. ഇത് ജോഫിൻ ടി ചാക്കോ ആണ് സംവിധാനം ചെയ്യാൻ പോണത്. ആഫ്റ്റർ പ്രീസ്റ്റിനും രേഖാ ചിത്രത്തിന് ശേഷം ജോഫിന്റെ പടം കൂടിയാണ്. ഇതിന്റെ സ്ക്രിപ്റ്റ് എഴുതുന്നത് നമ്മളെ രേഖാ ചിത്രത്തിന്റെ റൈറ്റർ ആണ്. 9ാമത്തെ ചിത്രം കണ്ണൂർ സ്ക്വാഡിന്റെ 2ാം ഭാഗം. കണ്ണൂർ സ്ക്വാഡ് 1ാമത്തെ ഭാഗം ഭയങ്കര ഹിറ്റ് ആയിരുന്നു. അതിന്റെ വിജയത്തെ തുടർന്ന് കൊണ്ട് തന്നെ 2ാം ഭാഗം കൺഫേം ചെയ്തിട്ടുണ്ട്. അത് ഷുവർ ആണ്. ഈ പടം വരും. പക്ഷെ ലാഗ് ആണ്. കുറച്ച് ടൈം എടുക്കും ഈ പടം വരാൻ. ഈ പടം ഡയറക്ട് ചെയ്യണത് റോണി വർഗീസും. 10ാമത്തെ ചിത്രം മിഥുൽ മാനുവലും മമ്മൂട്ടിയും നിൽക്കുന്ന ചിത്രം. ഇതും കൺഫേമായ ഒരു ചിത്രം കൂടിയാണ്. ഈ ചിത്രം ഒന്നെങ്കിൽ പണ്ട് പറഞ്ഞ നമ്മുടെ കോട്ടയം കുഞ്ഞച്ചൻ എന്നൊരു ചിത്രത്തിന്റെ 2ാം ഭാഗം എന്നും പറയുന്നുണ്ട്. പക്ഷെ ഇത് ഒരിക്കലും കൺഫേം അല്ല. ഇതിന്റെ റേറ്റ്സുമായി ബന്ധപ്പെട്ട എന്തൊക്കെ വിഷയങ്ങളുണ്ട്. അതൊന്നും കൺഫേം ആയ കാര്യമില്ല. അല്ലെങ്കിൽ ഇതൊരു ക്രൈം ത്രില്ലർ ആയിട്ടും വരാം. എന്തായാലും മിഥുൽ മാനുവലും മമ്മൂട്ടിയും ചിത്രം കൺഫേം ആണ്. ചില നേരത്തെ ഇവന്റെ വിടല് കേട്ടാണ്ടല്ലോ. ഇന്നലെ തന്നെ ഇവനൊരു ആമയെ കണ്ടു. എത്ര എടാ ആമ എത്ര ഉണ്ടായിരുന്നു? എത്ര അടുത്ത ചിത്രം 11ാമത് ചിത്രം ക്യൂബ്സ് എന്റർടൈൻമെന്റ്സ് പ്രൊഡക്ഷൻ ചെയ്യുന്ന ചിത്രത്തിൽ മമ്മൂട്ടി നായകനാവുന്ന കൺഫേം ആണ്. പക്ഷെ പടത്തിന് സ്ക്രിപ്റ്റും ഡയറക്ടറും കിട്ടിയിട്ടില്ല. ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റാണ്. അടുത്തത് നമ്മുടെ അമൽ നീരദ് ചിത്രം. ഭീഷ്മപർവത്തിന് ശേഷം അമൽ നീരദും മമ്മൂട്ടിയും ഒന്നിക്കുന്ന ചിത്രം വരാൻ പോവാണ്. അതും കൺഫേം ആണ്. ഇതൊരിക്കലും ബിഗ് ബി അല്ല. അത് ഓക്കെ ബൈ. ആരും ആലോചിച്ചിരിക്കണ്ട എന്നുള്ളത് ഇപ്പൊ തന്നെ പറയാം. ഇനി 13ാമത്തെ ചിത്രം നോക്കാം. ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ പടം. ആഫ്റ്റർ നൻപകൽ നേരത്ത് മയക്കം എന്ന ചിത്രത്തിന് ശേഷം മമ്മൂട്ടിയുമായി നിൽക്കുന്ന അടുത്ത ചിത്രം. ഇതും ഒരു വില്ലൻ പരിപാടിയാണ് മമ്മൂട്ടി ചെയ്യാൻ പോണെന്നാണ് നമുക്ക് കിട്ടിയ ഒരു അപ്ഡേറ്റ്. അടുത്ത ചിത്രമാണ്. അടുത്ത മമ്മൂട്ടിയായിട്ട് രാഹുൽ സദാശിവനെ ഒന്നിക്കാൻ പോവാണ്. നമ്മളെ പ്രമേഹത്തിന് ശേഷം മമ്മൂട്ടിയായിട്ട് ഒന്നിക്കാൻ പോവാണ്. ജസ്റ്റ് ഈ ഒരു പടം അനൗൺസ് ചെയ്താൽ തന്നെ ഇതിന്റെ ഹൈപ്പ് മോൾക്ക് പോകുന്നുള്ള ഷുവർ ആണ്. ഏറ്റവും കൂടുതൽ ഹൈപ്പ് കിട്ടാൻ പോണ പടം കൂടി ഈ ഒരു പടത്തിനായിരിക്കും. ഡയസറയ്ക്ക് ശേഷം ഇപ്പോൾ പൃഥ്വിരാജും മഞ്ജു വാര്യറും രാഹുൽ സദാശിവന്റെ ഒരു പടം വരാനുണ്ട്. അപ്പോൾ അതിനുശേഷമായിരിക്കും മമ്മൂട്ടിയുമായിട്ടുള്ള പടം വരാൻ പോണത്. 15ാമത്തെ ചിത്രം ലോകയുടെ 2ാം ഭാഗമാണ്. മൂത്തോൻ എന്ന ക്യാരക്ടർ നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ഈ ക്യാരക്ടർ എന്തായാലും അടുത്ത ഭാഗത്തിൽ ഉണ്ടാവും എന്നുള്ളത് 100% കൺഫേം ആണ്. 1ാം ഭാഗം ഇൻഡസ്ട്രി ഹിറ്റ് ആയിരുന്നു. അപ്പൊ 2ാം ഭാഗം 2027 വരാൻ പോകുന്നത്. ഷൂട്ടിംഗ് ഇക്കൊല്ലം ഡിസംബർ ഒക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഈ പടത്തിൽ മൂത്തോന്റെ ഒരു ക്യാമിയോ നമുക്ക് പ്രതീക്ഷിക്കാം.
ടൊവിനോ ആണ് നായകനായിട്ട് വരുന്നത് രണ്ടാം ഭാഗത്തിൽ. അടുത്തൊരു റൂമർ പടമാണ് 16ാമത്തെ ചിത്രം. ടിനു പാപ്പനും മമ്മൂട്ടി ഒന്നിക്കുന്ന ഒരു പടം വരാണ്ട്. അത് കൺഫേം അല്ല, ജസ്റ്റ് റൂമർ ഫ്ലോയിൽ അങ്ങോട്ട് പറഞ്ഞെന്നുള്ളൂ. അടുത്ത ചിത്രം ഇതൊക്കെ മമ്മൂട്ടിയുടെ ഒരു വാമ്പയർ ചിത്രം കൺഫേം ആണ്. ആ ചിത്രത്തിൽ ഒരു പുതിയ സംവിധായകനാണ് ചെയ്യാൻ പോണത്. ഇനി ഇങ്ങനെയും പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു റൂമറും കൂടി ഉണ്ട്, ലോകയുടെ രണ്ടാം ഭാഗത്തിൽ മമ്മൂക്ക ഒരു വാമ്പയർ വേഷം ആണ് ചെയ്യാൻ പോകുന്നത് എന്നും പറയുന്നുണ്ട്. ഇത് കണ്ടറിയാം, എന്തായാലും ഒരു ഡിഫറെന്റ് പരിപാടി വരാൻ പോകുന്നുണ്ടെന്ന് കൺഫേം ആണ്. ഈ ലിസ്റ്റിൽ ഞാൻ വിട്ടുപോയ പടങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. ഇനി ഇതിന് പാർട്ട് 2 വേണമെങ്കിൽ നമുക്ക് വേറെ ചെയ്യാം. ഇപ്പൊ തന്നെ 10-15 പടം ചെയ്തിട്ടുണ്ട്. ബാക്കിയാണെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു. இங்க தொடங்கிட்டு தலை போட்டு கலவரமே.